ടീച്ചർ, ഈ മഹാഭാരതത്തിന്റെ കേന്ദ്രമാക്കി വ്യാസൻ വർണ്ണിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. അദ്ദേഹം യുഗപുരുഷനാണ്, ഇതിഹാസ പുരുഷനാണ് എന്നൊക്കെയാണ് വ്യാസൻ തന്നെ പറയുന്നത്. പക്ഷേ ആ ശ്രീകൃഷ്ണനെ രണ്ടാം ഊഴത്തിൽ MT വാസുദേവൻ നായർ അങ്ങനെ ഒന്നുമല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ശ്രീകൃഷ്ണനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പക്ഷപാതിത്വം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന ആ ഇതിഹാസ പുരുഷനെ വെറും ഒരു കഥാപാത്രമാക്കി ചുരുക്കി അദ്ദേഹത്തിൽ വ്യാസൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത തരത്തിൽ MT വാസുദേവൻ നായർ ചിത്രീകരിച്ചത് എന്തുകൊണ്ടാണ്? അത് ശ്രീകൃഷ്ണനാണ് ശരിക്ക് ഈ ഒരു മഹാഭാരതത്തിലെ ഈ ശരിയായ ഹീറോ എന്ന് പറയാം. പക്ഷേ ഒരർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ശ്രീകൃഷ്ണൻ ഒരിക്കലും ഈ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാകുന്നില്ല. ഈ കുറേ മനുഷ്യ ജീവിതങ്ങളാണ് ഇതിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്, അവരുടെ ചരിത്രമാണ്. ഭഗവാൻ കൃഷ്ണന്റെ റോൾ എന്ന് പറഞ്ഞാൽ അകത്ത് അതിൽ ഇൻവോൾവ് ആകുക എന്നല്ല, അദ്ദേഹം പുറത്ത് നിന്നുകൊണ്ട് പക്ഷെ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അദ്ദേഹം അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നുകൊണ്ട് കാര്യങ്ങളെ ശരിയാക്കുക, ക്രമീകരിക്കുക, ക്രമഭംഗം വന്നിടത്തൊക്കെ ക്രമീകരണം കൊണ്ടുവരിക. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ച ധർമ്മത്തിൽ നിന്ന് തെറ്റിപ്പോയിടത്തേക്ക് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. അതെ, എപ്പോഴും അധർമ്മം പെരുകുമ്പോൾ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിയിൽ വരും. അപ്പൊ അതിനായിട്ടാണ്, അത് ശരിയാക്കാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇൻവോൾവ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് നമ്മളത് മഹാഭാരതത്തിന്റെ ഹീറോ അദ്ദേഹമാണ് എന്ന് പറയുന്നില്ല. ധർമ്മപുത്രർക്കാണ് കൊടുത്തിരിക്കുന്നത്, വ്യാസനും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഭഗവാൻ പക്ഷേ ജീവിതത്തിൽ സാധാരണ ജീവിതം ജീവിച്ചുകൊണ്ടല്ല ഇതിന്റെ ഒരു കഥാപാത്രമാകുന്നത്. ഇതിലെ അദ്ദേഹം പുറത്തു നിന്നുകൊണ്ട് സകല ജീവിതങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ മനുഷ്യർക്ക് ശ്രീകൃഷ്ണനാണ്. അദ്ദേഹമാണ് ഇതിന് ആത്മീയത പ്രൊവൈഡ് ചെയ്യുന്നത്, മെയിൻ ആള്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ. അതെ അതെ, വ്യാസൻ അതിന് ധാർമ്മികതയും ആത്മീയതയൊക്കെ കൊടുക്കുന്നുവെങ്കിലും ഇതിന്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെയാണ് ബേസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ഇദ്ദേഹം വളരെ, അതായത് MTയുടെ മനോഭാവം തന്നെ ഒരു ഈർഷ്യയാണ് ശ്രീകൃഷ്ണനോട്. അത് നമുക്ക് മനസ്സിലായി. ഇപ്പോ ഇദ്ദേഹത്തിന്റെ രണ്ടാം ഊഴത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു ചോദ്യമാണ് കൃഷ്ണനെ പരിഹസിച്ചുകൊണ്ട്. അതായത് ഈ ശ്രീകൃഷ്ണന്റെ അന്ത്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഇഹലോകവാസം, അതൊരു വേടന്റെ അമ്പേറ്റാണല്ലോ. അപ്പൊ അത് ഇങ്ങനെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ തനിക്ക് ഇങ്ങനെ ഒരു അന്ത്യം ഉണ്ടാവുമെന്ന് ശ്രീകൃഷ്ണൻ നേരത്തെ അറിഞ്ഞിരുന്നുവോ എന്തോ, കൃഷ്ണൻ നേരത്തെ അറിഞ്ഞിരുന്നുവോ എന്തോ, പിന്നെ ആയുധബലവും ആത്മബലവും ഉള്ള ഈ കൃഷ്ണൻ അറിഞ്ഞിരുന്നുവോ എന്തോ എന്നിങ്ങനെ കളിയാക്കുന്നുണ്ട്. പിന്നെ അർജുനനെയും തുടർന്ന് പരിഹസിക്കുന്നുണ്ട്. അപ്പൊ ഈ പരിഹാസം കൊണ്ടുവരുന്നത് യഥാർത്ഥത്തില് ഇദ്ദേഹം പല കാര്യങ്ങളും അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പരിഹസിക്കാൻ ഒരുങ്ങുന്നത്. കാരണം ഇങ്ങനെ ഒരു അന്ത്യം ഭഗവാൻ അറിഞ്ഞിരുന്നു. കാരണം ആ വേടന്റെ അമ്പ് കൊണ്ട് വേടൻ അത് തെറ്റിദ്ധരിച്ച് ചെയ്താണല്ലോ. ആ വേടൻ ഓടി വന്ന് കാൽക്കൽ വീണ് ഭയങ്കരമായിട്ട് ദുഃഖിക്കും. അദ്ദേഹം ദുഃഖിക്കുന്ന സമയത്ത് ഭഗവാൻ അയാളോട് പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തില്ല, നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, ഇത് എന്റെ ഇച്ഛയാണ് എന്ന് പറയുന്നുണ്ട് മഹാഭാരതത്തില്. അപ്പോ ഭഗവാന്റെ ഇച്ഛയാണ്, അതായത് ഉപേക്ഷിക്കണമെന്ന്. അതിന് കാരണമുണ്ട്, ഭഗവാന് ശരിക്കുള്ള കാരണം. അതായത് ഭഗവാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മന്ത്രശക്തി, തപശക്തി, ഇതിനൊക്കെ നല്ല പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ്. കാരണം അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം മാനിക്കുകയാണ്. പലയിടത്തും നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശപിച്ചപ്പോ ഗാന്ധാരി യദുകുലം മുഴുവൻ തമ്മിലടിച്ച് നശിക്കുന്ന ഗാന്ധാരി പറഞ്ഞു. ഈ ഗാന്ധാരിയുടെ ശാപം അദ്ദേഹം ശിരസ വഹിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ശാപത്തിനെ നള്ളിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അദ്ദേഹത്തിന്റെ പവർ, തപശക്തി ഉണ്ട്, അദ്ദേഹത്തിന്റെ ആത്മശക്തി കൊണ്ട് അത് സാധിക്കും. കാരണം അത് നമുക്കറിയാം. ഭഗവാന്റെ ഈ മഹാഭാരത യുദ്ധം തന്നെ ഒഴിവാക്കിക്കൊണ്ട് 18 അക്ഷൗഹിണി പടയെയും ഒറ്റയടിക്ക് ഭഗവാൻ ഇല്ലാണ്ടാക്കാൻ പറ്റും. കാരണം സുദർശന ചക്രധാരിയാണ് ഭഗവാൻ. പക്ഷേ ഭഗവാൻ ഈ സൃഷ്ടിയുടെ ക്രമങ്ങളെ, കർമ്മത്തിന്റെ ഫലം, കർമ്മം, അതിന്റെ പ്രാധാന്യം, അതിന്റെയൊക്കെ മാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തപശ്ചര്യ, അതിന് ഫലമുണ്ടെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ ഈ ഗാന്ധാരിയുടെ തപസ്, ഗാന്ധാരി കണ്ണും കിട്ടി തപസ്സായിരുന്നല്ലോ യഥാർത്ഥത്തില്. അപ്പൊ ആ വ്രതശുദ്ധി, അതിന്റെ ഫലം നിഷ്ഫലമായി പോകാൻ പാടില്ല എന്നുള്ള അതുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ട്.
അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ യാദവര് തമ്മിലടിച്ച് അപ്പൊ നശിക്കും. യാദവർ തമ്മിലടിച്ച് നശിക്കും. അത് സാമ്പനും കൂട്ടരും ഒരുക്കി വെച്ച പണിയാണ്. അതും അവിടെയും ശാപമാണ്. ഋഷികള് ശപിച്ചതാണ്. അവരെ പരിഹസിക്കാൻ പോയപ്പോ ഉണ്ടായ അത് ആരൊക്കെയാണ്? വിശ്വാമിത്രൻ, നാരദൻ, കണ്വനൊക്കെയാണ് അതുവഴി കടന്നു പോയപ്പോ ഇവര് കളിച്ചുകൊണ്ട് നിന്നപ്പോ അതുവഴി കടന്നു പോയപ്പോ കളിയാക്കി പരിഹസിച്ചതാണ്. അതായത് സാമ്പനെ ഗർഭിണിയായിട്ട് വേഷം കെട്ടിക്കൊണ്ട് നിർത്തി. അപ്പൊ അവര് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഇരുമ്പുലൊക്കെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഇരുമ്പുലൊക്കെ പിറ്റേ ദിവസം സാമ്പൻ പ്രസവിക്കുന്നുണ്ട്. അപ്പൊ ആ ഇരുമ്പുലക്ക അതിനെ രാഗി പൊടിയാക്കി, കാരണം ഋഷിശാപമാണ് എന്നറിയാവുന്നതുകൊണ്ട് പൊടിയാക്കി സമുദ്രത്തിലേക്ക് വിട്ടു. പക്ഷെ അത് കരക്കടിഞ്ഞ് വന്ന് ഏരക പുല്ലുകൾ എന്ന് പറഞ്ഞ ഒരുതരം പുല്ല്. പക്ഷെ പുല്ല് പക്ഷെ ആ പുല്ലിന്റെ മൂർച്ച കൊണ്ടല്ല ഇവരൊന്നും മരിക്കുന്നത്. ആ പുല്ലുകളുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞവര് ചണ്ട കൂടിയപ്പോ ആ പുല്ല് ഒരാൾ എറിയുമ്പോൾ ആ പുല്ല് തന്നെ ഭയങ്കര മാരക ആയുധമായി മാറിയാണ് മറ്റേ ആളിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അത് ഈ ഋഷികളുടെ ശാപത്തിൻ്റെതാണ്. അങ്ങനെയാണ് ഇവരെല്ലാം തമ്മിലടിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണന് സ്വയം വേണമെങ്കിൽ ഇതൊന്ന് രക്ഷപ്പെടാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അതാണ് ആലോചിക്കേണ്ടത്. ശ്രീകൃഷ്ണൻ ഒരിക്കലും താനും യദുവംശിയാണ്, താൻ മാത്രം അതൊന്ന് രക്ഷപ്പെട്ടു നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം തമ്മിലടിച്ചു പോട്ടെ, ശാപത്തിന്റെ ഫലമായിട്ട് പോട്ടെ എന്ന് അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ ഇച്ഛ അതിന്റെ ഒരു, അതായത് ഇത് രാഗി കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നതിന് അതിനെയാണ് ഇയാൾ ഈ അമ്പായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനും യദുവംശിയായ ഭഗവാനും അങ്ങനെ പോകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ഭഗവാന്റെ ഈ നിസ്വാർത്ഥതയും ഈ മഹത്വവും ഒന്നും MT സ്വീകരിക്കുന്നില്ല. നമുക്ക് ഭഗവാനെ പലയിടത്തും അധിക്ഷേപിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഈ ശ്രീകൃഷ്ണന് വേണമെങ്കിൽ രാജാവാകാമായിരുന്നു. കാരണം കംസനെ കൊന്നതാരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പോൾ മധുരയിലെ രാജാവാകേണ്ടത് ഈ MT പറയുന്ന ന്യായത്തിലാണെങ്കിൽ, MT പറയുന്നത് ഭീമൻ ആണ് രാജാവാകാൻ യോഗ്യൻ, ധർമ്മപുത്രരല്ല. കാരണം എന്താണ്? ഭീമനാണ് ദുര്യോധനെ കൊന്നത്, ഈ 100 കൗരവരെയും കൊന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് രാജാവാകാൻ. ആ ന്യായം ഉപയോഗിച്ചാണെങ്കിൽ ശ്രീകൃഷ്ണൻ ആകാമായിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ ഉഗ്രസേനന് കംസന്റെ പിതാവിനാണ് കൊടുത്തത്. കംസന്റെ പിതാവിനെ ജയിലിലിട്ടിട്ട് ഈ ഔറംഗസീബിന്റെ ഒക്കെ പണിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോ കൃഷ്ണൻ പക്ഷേ സ്വീകരിച്ചില്ല. അദ്ദേഹം ഉഗ്രസേനൻ നിർബന്ധിച്ചു, അങ്ങാണ് രാജാവായിരിക്കേണ്ടതെന്ന് നിർബന്ധിച്ചിട്ട് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. ആ കൃഷ്ണനെയാണ്, കാരണം കൃഷ്ണൻ ഇങ്ങനെ ഈ ചേമ്പിലയിലെ വെള്ളം പോലെ അതിന് പിടിക്കൂല, അതിന് ഒന്നിനും ഒരു ജീവിതത്തിലൂടെ അബ്സോർബ് ചെയ്ത് അദ്ദേഹം നിൽക്കുന്നില്ല. ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. അതാണ്. അപ്പൊ നിഷ്കാമനായിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. അതൊന്നും MT സ്വീകരിക്കുന്നില്ല. പിന്നെ ഇത് പലയിടത്തും വരുന്നുണ്ട്. ഇപ്പം അഭിമന്യു, കൃഷ്ണനെ ആക്ഷേപിക്കുന്ന ഏറ്റവും കൂടുതൽ കൃഷ്ണനെ ആക്ഷേപിക്കുന്ന അഭിമന്യുവിന്റെ മരണം സംഭവിച്ചപ്പോഴാണ്. അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണന്റെ മുഖം കരുവാളിച്ചു എന്നാണ് MT പറയുന്നത്. ഇതെല്ലാം കാർവേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കരുവാളിച്ചു, കാരണം പറയുകയാണ്. എന്നിട്ട് ഭീമനെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കണം. അതായത് സ്വന്തം ചോരയും സ്വന്തം കുടുംബം ആകുമ്പോഴത്തേക്ക് ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും, ഗീതയിൽ എന്തൊക്കെയാണ് അത് കോട്ട് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. MT പറയുകയാണ്, ആ സമയത്ത് ആത്മാവ് നാശമില്ല, ശരീരം ഉപേക്ഷിക്കുന്നത് വെറും പഴയ വസ്ത്രം ഉപേക്ഷിക്കുന്ന പോലെ ജീർണിച്ച ശരീരം ഉപേക്ഷിക്കൽ മാത്രമാണ് ഈ മരണം എന്ന് പറയുന്നത്. മരണത്തിൽ അതുകൊണ്ട് ദുഃഖിക്കാൻ പാടില്ല, ആത്മാവിന് നാശമില്ല. ഇങ്ങനെ ഒരു 3-4 വാക്യങ്ങൾ ഇദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ അവനവന്റെ ചോര ആ പ്രശ്നം വരുമ്പോൾ ഇതൊന്നും ബാധകമല്ല ഇങ്ങനെ പറയുന്നത്. അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കൃഷ്ണന് അഭിമന്യുവിന്റെ ഡെത്ത് പിന്നെ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. അദ്ദേഹം ശ്രമിച്ചെങ്കിൽ അഭിമന്യു മരിക്കുകയില്ല. അപ്പോ കാരണം കൃഷ്ണൻ എല്ലാം അറിയുന്ന കൃഷ്ണനാണ്. കൃഷ്ണനെ അഭിമന്യുവിനെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. സ്വന്തം മകനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ്. കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ആ കുട്ടിയുടെ ആയുധ പരിശീലനവും എല്ലാം നടന്നത്. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് പോലും കൃഷ്ണൻ അത് ശ്രമിച്ചില്ല. അപ്പൊ അത് MTക്ക് മനസ്സിലാവുന്നില്ല, കൃഷ്ണൻ ശ്രമിച്ചില്ല എന്നുള്ളത്. പിന്നെ അത് എന്നിട്ട് കൃഷ്ണൻ അതുപോലെ തന്നെ ഘടോൽക്കജന്റെ വരുമ്പോഴത്തേക്ക് അവിടെ കൃഷ്ണനെ കുറ്റം പറയുന്നത് എന്താണ്? കൃഷ്ണൻ ഘടോൽക്കജൻ കൊല്ലപ്പെട്ടപ്പോൾ ചിരിച്ചു എന്നാണ്. ഘടോൽക്കജൻ കൃഷ്ണൻ ചിരിച്ചു, ശരിയാണ്.
പുഞ്ചിരിച്ചു. പക്ഷെ അത് empty ആക്കിയിരിക്കുന്ന കൃഷ്ണൻ ചിരിച്ചു, എന്നിട്ട് ആഘോഷം വേണം, പൊട്ടിച്ചിരിച്ചു, ആഘോഷം വേണമെന്ന് പറഞ്ഞിട്ട് മാഗധന്മാരെ വന്ന് ആഘോഷിക്കുന്ന വെച്ചാൽ വീരഗാഥ പാടാനായിട്ട് അങ്ങനെ പറഞ്ഞു. അതൊന്നും ഈ ശരിക്കുള്ള മഹാഭാരതത്തിലില്ല. ഭഗവാൻ പുഞ്ചിരിച്ചു, ശരിയാണ്. അതിന് ഭീമൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചപ്പോൾ അങ്ങെന്താണ് ചിരിച്ചതെന്ന്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ചിരിച്ചത് അതിലല്ല, അർജുനൻ രക്ഷപ്പെട്ടത് ഓർത്താണ് ചിരിച്ചതെന്ന്. കാരണം അർജുനനെ വധിക്കാൻ വേണ്ടി അതിനായിട്ട് ഒരു വേല് കർണന് ഇന്ദ്രൻ സമ്മാനിച്ച് ചോദിച്ചു വാങ്ങിയതാണ്. അപ്പൊ ആ വേല് ഈ കൊടുത്ത ഇന്ദ്രന് പോലും തടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ വേലാണ് ഇദ്ദേഹത്തിന്റെ ഇരിക്കുന്നത്, കർണന്റെ ഇരിക്കുന്നത്. അപ്പൊ അത് വേറെ പോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അർജുനൻ കൊല്ലപ്പെടും, അത് പ്രയോഗിച്ചാൽ അർജുനൻ കൊല്ലപ്പെടുമെന്ന് കൃഷ്ണന് നന്നായിട്ട് അറിയാം. അതിൽ അദ്ദേഹം വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തിരിച്ചു പോയതാണ്. അതാണ് സംഭവം. പിന്നെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം അധർമ്മം തമ്മിലുള്ള പോരാണ് അത്. അല്ലാതെ അതിൽ വ്യക്തികളുടെ സാക്രിഫൈസ്, അത് എൻ്റെ ചോരയാണോ മറ്റുള്ള ആളുടെ ചോരയാണോ, ഇതൊന്നും ഭഗവാൻ ശ്രദ്ധിക്കുന്നില്ല. ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് കൃഷ്ണനെ ഇങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ദിവ്യത്വം, അദ്ദേഹത്തിന്റെ ദിവ്യത്വം, അതുപോലെ ബോധ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥതയോ അല്ലെങ്കിൽ കൃഷ്ണനെ ഒരു വില്ലനായിട്ട് വ്യാസൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു ഭാവനയാണ് എംടിക്ക് ഈ വിഷയത്തിൽ. കൃഷ്ണന്റെ നിസ്സംഗത്വം അദ്ദേഹം കണക്കിലെടുക്കുന്നേ ഇല്ല. അത് മാത്രമല്ല, ഇതിലൊരു കോൺട്രഡിക്ഷൻ ഗീതയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കൃഷ്ണനെ പരിഹസിക്കുന്നു. പക്ഷേ ഗീത പിന്നീട് ആരോ എഴുതി ചേർത്താണ് കൃഷ്ണൻ അങ്ങനെ ഒന്നും അത്ര വലിയ വിസ്ഡം ഒന്നും ഇതിൽ തന്നിട്ടില്ല എന്ന് പറയുന്നു. അതായത് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. തനിക്ക് ആവശ്യമുള്ളപ്പോ എല്ലാം ആവശ്യമുള്ള രീതിയിൽ ഓരോ കഥാപാത്രങ്ങളെയും വ്യാഖ്യാനിക്കും. പൂർവാപര വൈരുദ്ധ്യം ഒന്നും വിഷയമല്ല, സന്ദർഭത്തിനനുസരിച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.